ഐഡിയസ് അഞ്ജു മിസ് ആണ്. നിങ്ങൾക്ക് ടോപ്പർ ആവാനുള്ള കുറച്ച് സീക്രട്ടുകളുമായിട്ടാണ് മിസ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ഇല്ലേ, അവർ നിങ്ങളെക്കാൾ സ്മാർട്ടൊന്നുമല്ല, അവരും നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അവർ പഠിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവർ കുറച്ചും കൂടെ സ്മാർട്ടായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി തൊട്ട് സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലും സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനാവും, ടോപ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ മക്കളെ, നമ്മളെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. നമ്മൾ എന്ത് കരുതും, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ല ഇപ്പം പഠിക്കേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ചും കൂടെ കഴിയട്ടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യും, നീട്ടി വെക്കാൻ തുടങ്ങും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി തൊട്ട് ഒരു 2 മിനിറ്റ് ഞാൻ പഠിക്കാനിരിക്കട്ടെ, ഒരു 2 മിനിറ്റ് അത്രേ പഠിക്കുള്ളൂ എന്ന് കരുതി പുസ്തകത്തിന് മുന്നിൽ പോയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ ആ 2 മിനിറ്റ് നിങ്ങൾ പോലും അറിയാതെ നീണ്ടു പോകും. അതൊരു അരമണിക്കൂറാവാം, ചിലപ്പോൾ 1 മണിക്കൂറാവാം. അപ്പോൾ നമുക്ക് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത് ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഒരുപാട് ടെക്നിക്കുകളുണ്ട് പഠിക്കാനായിട്ട്. പോമഡോറോ ടെക്നിക്, ഫെയ്മാൻ ടെക്നിക്, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് ഇപ്പം പഠിക്കാനായിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മിസ് ഇപ്പോൾ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25 മിനിറ്റ് പഠിക്കുക, എന്നിട്ടൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പം നമ്മൾ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും നമ്മൾ ഫോൺ എടുക്കും. ഫോണിൽ എന്ത് സ്ക്രോൾ ചെയ്യും, റീൽസ്, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ്, അങ്ങനെ സ്ക്രോൾ ചെയ്യാനായിട്ട് പോകരുത്. അപ്പം നമ്മൾ പോലും അറിയാതെ ഈ 5 മിനിറ്റ് നീണ്ടു പോവുകയും ചെയ്യും. ഈ 5 മിനിറ്റിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കുമ്പം നമുക്കതൊരു ബോറടിയാവും. കാരണം ഇതിനേക്കാളും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഫോണിൽ എന്താ, റീൽസൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ, ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ അതൊരു മടുപ്പായിട്ട് മാറും. അപ്പോൾ 25 മിനിറ്റ് പഠിക്കുകയും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയും ചെയ്യുമ്പം നിങ്ങൾ ഈ 5 മിനിറ്റ് വേറെ എന്തിനെങ്കിലും സ്പെൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് കിച്ചണിലൊക്കെ പോവാം, അമ്മയുടെ അടുത്തൊക്കെ പോവാം, ഇന്നെന്താ രാത്രി ഫുഡ് എന്താണ്, അല്ലെങ്കിൽ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ട്, അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, അവരെന്താ സ്കൂളിലെ കാര്യങ്ങൾ പറയാം, നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ വേറെ എന്തെങ്കിലും ആയിട്ട് ഈ 5 മിനിറ്റ് മാറ്റി വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ പഠിക്കുന്ന കാര്യം, പഠിച്ചു കഴിഞ്ഞ കാര്യം ഉണ്ടാവില്ലേ, അത് നിങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുക. പഠിച്ചു കഴിഞ്ഞ കാര്യം വീണ്ടും അത് ഓർക്കാൻ വേണ്ടിയിട്ട്, പെൻ്റെ താഴെ പോയി സാരമില്ല, പഠിച്ച കാര്യം നമ്മൾ വീണ്ടും റിവൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ചെയ്യേണ്ട, അത് നല്ലതല്ല എന്നല്ല പറയുന്നത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് റീകോൾ ചെയ്യുക. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം അടച്ചു വെച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ മനസ്സിലിങ്ങനെ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് അത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് നിങ്ങളെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ അധിക ടോപ്പേഴ്സും ഫോളോ ചെയ്യുന്ന കാര്യം. പിന്നീട് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുമ്പം നമ്മളെപ്പോഴും പഠിക്കാനിരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കും. അത് ഡിഫിക്കൽട്ട്, അത് ലാസ്റ്റ് പഠിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും പലരും. പക്ഷേ ടോപ്പേഴ്സ് അങ്ങനെയല്ല ചെയ്യുക. അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് ഫസ്റ്റ് കൊടുക്കുക. അവർക്ക് ഏത് സബ്ജക്റ്റാണോ ഡിഫിക്കൽട്ടായിട്ടുള്ളത് ആ സബ്ജക്റ്റാണ് അവർ ആദ്യം പഠിക്കുക. മക്കളെ, നമ്മളെ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കുന്ന സമയം ഫസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ മടുപ്പ് വന്ന് തുടങ്ങൂലേ. ആ ഫ്രഷ് ആയിരിക്കുന്ന സമയത്തിൽ നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. അത് ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കരുത്. അതിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, എല്ലാ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കണം. പക്ഷേ ഫസ്റ്റ് ഏതിനാണ് കൊടുക്കേണ്ടത്, ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുസ്തകമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ, ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ സിമ്പിളായിട്ടല്ലേ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒരു ചെറിയ കുട്ടിക്ക് പറയുമ്പോൾ ആ ബേസിക് ഭയങ്കര സിമ്പിളായിട്ടല്ലേ പറയുക. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അവിടെ അർത്ഥം, അത് നന്നായിട്ട് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ്.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്നും കൂടെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുക, നമ്മളുടെ തലയിൽ നന്നായിട്ട് ഉണ്ടാവുകയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക അല്ലേ? അപ്പോൾ ടോപ്പേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ മെത്തേഡ് നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊരു സിമ്പിൾ വേയിൽ പറയാൻ പറ്റുന്നവരെ അവരത് പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല പിക്ചറൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. ഇപ്പം ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടോപ്പേഴ്സ് ഒരുവിധം എല്ലാ ടോപ്പേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ടോപ്പർ ആവാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് ഇന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇന്ന് പഠിച്ചു, അത് 24 ഹവർ കഴിഞ്ഞിട്ട് നിങ്ങളത് വീണ്ടും റിവൈസ് ചെയ്യണം. പിന്നെ അതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക. അപ്പോഴേ നമ്മളുടെ മെമ്മറിയിൽ അത് നിൽക്കുള്ളൂ. മറ്റു നമ്മൾ മറന്നുപോകും. അപ്പോൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ ഇതൊക്കെ വേണം. ഇതിൻ്റെ കൂടെ നമ്മളുടെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു 7-8 മണിക്കൂർ, ഒരു 7 to 8 ഹവേഴ്സ് എങ്കിലും നമ്മൾ മിനിമം ഉറങ്ങിയിരിക്കണം. അത്രയും നമ്മൾ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉറക്കം കളയാൻ പാടില്ല. 7 to 8 ഹവേഴ്സിന് ഉറങ്ങുക. നല്ല ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കും ഇനി എന്താവാനായിട്ട് പറ്റും? ടോപ്പേഴ്സ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് തൊട്ട് എൻ്റെ മക്കളും ഇതേപോലെ ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ഈ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇനി ടോപ്പർ ആവാനായിട്ട് കഴിയും.